ഫസ്റ്റ് റിലീസ് ചെയ്ത സമയത്ത് തന്നെ പ്രൊഡക്റ്റ് ഡൗൺ ആയി. ഈ സെർച്ച് വോളിയം ഉള്ള കീവേഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതായത് കസ്റ്റമർ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കീവേഡുകൾ വെച്ചിട്ടാണ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യേണ്ടതെന്നാണ് പൊതുവെ പറയാനുള്ളത്. അതായത് അപ്പോൾ അത് നമുക്ക് റിസർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാർ സെർച്ച് ചെയ്യേണ്ടാവുക റിവ്യൂസ്, അല്ലെങ്കിൽ ഷോപ്പിഫൈ റിവ്യൂസ്, വാട്സപ്പ് റിവ്യൂസ് എന്നൊക്കെ സെർച്ച് ചെയ്യും. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് നെയിം ആക്കുക, അതിൽ അതിൻ്റെ ലോങ് ടൈൽ കീവേഡ് ഒക്കെ SEO സൈഡിലുള്ള കുറച്ച് സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് വരും, ട്രാഫിക് വരും. അപ്പൊ അത് ഞങ്ങൾ റിയലൈസ് ചെയ്ത സമയത്ത് തന്നെ അത് ചെയ്ത് ഞങ്ങൾക്ക് അത് കാണാൻ പറ്റി, കസ്റ്റമേഴ്സ് വരുന്നത്. അതെ അതെ അതെ. ഇത് പ്രൊഡക്റ്റ് ഞങ്ങൾ എപ്പോഴാണ് ഇത് എന്താ പറയാ, ഓക്കെ ഇത് പ്രൊഡക്റ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഫസ്റ്റ് റിലീസ് ചെയ്ത സമയത്ത് തന്നെ പ്രൊഡക്റ്റ് ഡൗൺ ആയി. അതായത് ഇത്ര ആൾക്കാർ വന്നു, ഇത്ര ആൾക്കാരുടെ ഓർഡേഴ്സ്, ഒരാളുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ഓർഡേഴ്സ് ഇമ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പാസ്റ്റ് ഓർഡേഴ്സ് ഈ ബ്രാൻഡിന്റെ ഒരു കഴിഞ്ഞ 3 മാസത്തെ ഓർഡർ ഒക്കെ പറഞ്ഞാൽ അത് ഹ്യൂജ് വോളിയം ഉണ്ടാവും. ഈ ഓർഡർ ഡാറ്റന് ഒരുപാട് ഉണ്ടാവും. ഇത് വന്ന സമയത്ത് ഡാറ്റാബേസിൽ ക്രാഷ് ആയി. കാരണം നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതിലാണ് റൺ ചെയ്യുന്നത്. അതായത് വെർച്വൽ മെഷീൻ ചെറുതാണ്, ഡാറ്റാബേസ് നമുക്ക് ചെറിയ കോൺഫിഗറേഷനാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഒരു നിമിഷം നോക്കിയത് ഡൗൺ ആയി. അത് ഞങ്ങളൊക്കെ പാനിക്കായി. പ്രൊഡക്റ്റ് ഉണ്ട്, കസ്റ്റമർ കൊടുക്കാൻ പറ്റുന്നില്ല, സെർവർ ഡൗൺ ആയി. അങ്ങനെ ഞങ്ങളിത് ഇരുന്ന് എനിക്കൊണ്ട് 2-3 ഡേയ്സ് അങ്ങനെ എടുത്തിട്ടാണ് ഇത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ലൈവ് ആക്കിയത്. അത്രയും സമയം കസ്റ്റമേഴ്സ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞ ഇഷ്യൂ ഉണ്ട്, സോർട്ട് ഔട്ട് ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രൊഡക്റ്റ് ഞങ്ങൾ നല്ല രീതിയിൽ റൺ ചെയ്ത് നല്ല കസ്റ്റമേഴ്സ് ഒക്കെ വന്നു. ഈ യൂസ് കേസിൽ മാത്രമായിട്ടാണ് ആൾക്കാർ വരിക, റിവ്യൂ ഫോർ ഷോപ്പിഫൈ വെബ്സൈറ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾക്ക് തിങ്ക് ചെയ്ത് എന്തുകൊണ്ട് ഇത് ഷോപ്പിഫൈക്ക് മാത്രമല്ല ബാക്കിയുള്ള ഇൻഡസ്ട്രിക്ക് ഇത് കൊടുത്തുവിടാന്നുള്ളൊരു തോട്ടിൽ ഞങ്ങൾ റിസർച്ച് ചെയ്ത്. അപ്പം അതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഞങ്ങൾ ബിൽഡ് ചെയ്ത ഫ്ലോഫ്ലെക്സ് വന്നത്.